നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു. നല്ല പടമായിരുന്നു. നല്ല പടമായിരുന്നു. സുമതി വളവെന്ന് കേട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ ഒരു കഥ കണ്ടപ്പോൾ അതെന്തായാലും വന്ന് കാണണം. അഭിലാഷേട്ടനൊക്കെ അറിയാം, ഡയറക്ടർ സാറിനെ അറിയാം. അപ്പോൾ വന്ന് കണ്ടു. എന്തായാലും അടിപൊളി ഈ പടം. നല്ലൊരു കഥ, നല്ല മേക്കിംഗ്, അടിപൊളിയാണ്. നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇതുണ്ട്. എന്തായാലും സൂപ്പറാണ്. എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം വർക്ക് ഭയങ്കര ഇതാണ്. ടൈപ്പിൽ കുറെ വ്യത്യാസപ്പെട്ടൊരു പടമാണ്. കുറെ കാലത്തിന് ശേഷം വന്നാണ്. രാക്ഷസ മൂവി ചെയ്ത ശങ്കർ ചേട്ടനാണ് DOP ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ ആംഗിൾ മലയാളത്തിൽ ഫസ്റ്റ് ടൈമാണ് മലയാളത്തിൽ വരുന്നത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിലാഷ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫസ്റ്റ് ടൈമാണ് ഒരു ഹൊറർ ടൈപ്പ് സ്റ്റോറി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട മോളിവുഡിൽ കണ്ട ഹൊറർ ടൈപ്പ് എന്നുള്ള വ്യത്യാസമാണ്. കാരണം അത് സ്റ്റോറി പറയുന്ന ടെല്ലിംഗ് മെത്തേഡ് ആയിക്കോട്ടെ. ഞാൻ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നമുക്ക് എന്താ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റേ നമുക്കൊരു പ്രൊഡിക്ഷൻ ഉണ്ടാവും, ഇങ്ങനെയായിരിക്കാം അങ്ങനെ ആയിരിക്കും. ആ പ്രൊഡിക്ഷൻ ഒന്നും ഇവിടെ നടക്കത്തില്ല. കാരണം അങ്ങനെയാണ് സ്റ്റോറി എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ വിഷ്ണു ചേട്ടൻ അറിയാം, മാളികപ്പുറം ഓൾറെഡി നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. സോ അദ്ദേഹം ഇതായിരുന്നു ഫസ്റ്റ് വിചാരിച്ചെന്നാ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് അദ്ദേഹം വളരെ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ശങ്കർ ചേട്ടൻ DOP, രഞ്ജി ചേട്ടൻ മ്യൂസിക്, എസ്പെഷ്യലി ഈ ഹൊറർ ടൈപ്പ് ഒക്കെ വരുമ്പോൾ നോർമലി ഉണ്ടാവുന്ന കുറച്ച് സൗണ്ട്സ് ഉണ്ട്. അതൊന്നും അല്ല, വ്യത്യാസമായിട്ട് അദ്ദേഹം ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ അർജുൻ ചേട്ടൻ്റെ ഫൈറ്റിങ്ങും ഡാൻസിങ്ങും, അർജുൻ ചേട്ടൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് അദ്ദേഹം ഡാൻസ് ചെയ്തേക്കുന്നത്. കാരണം ആ സോങ്സ് കണ്ടാൽ അറിയാം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഡാൻസിങ് ലെവൽ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. ആൻഡ് ഓൾസോ ത്രൂ ഔട്ട്, കാരണം ഒരുപാട് കാസ്റ്റ് ഉണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ത്രൂ ഔട്ട് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഗസ്റ്റ് റോൾ അല്ല, വന്നു പോകുന്നതല്ല, എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് സ്ക്രിപ്റ്റ് വൈസുള്ള മാറ്ററാണ്. ഒരു സീരിയസ് മൂവിയുടെയും ഇൻ ബിറ്റ്വീൻ ഒരു കോമഡി വരുവാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവും. അതിന് ഏറ്റവും വലിയ തെളിവായിരിക്കും സുമതി വളവ്. അല്ലെ ഞാൻ പറയാ, ഏറ്റവും കൂടുതൽ ഹൊറർ സീൻസ് ഉണ്ടെങ്കിലും കോമഡി ആൻഡ് ലവ് ആൻഡ് കുടുംബ കഥകൾ വരുന്നത് കൊണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയായിരുന്നു തീർച്ചയായിട്ടും. പടം മൊത്തത്തിൽ നന്നായി വന്നിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും സ്ക്രീനിൽ വരുന്നത്. അപ്പം ഭയങ്കര സന്തോഷം. താങ്ക്സ് ടു അഭിലാഷ് പിള്ള, വിഷ്ണു, എല്ലാവരും അർജുനൊക്കെ തകർത്തിട്ടുണ്ട്. ഫുൾ ട്വിസ്റ്റാണ്. എല്ലാവരും കാണും കേട്ടോ. നിങ്ങൾ കണ്ടോ? ഇഷ്ടമായോ? നല്ല ഫിലിം നന്നായി ഇഷ്ടപ്പെട്ടു. മനസ്സ് നിറഞ്ഞിറങ്ങി പോവാം. നല്ല സിനിമ. സുമതി എന്ന് ചെറുതായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. നല്ല എന്റർടൈനർ. ഇതിന്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും BGM ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും എല്ലാം മികച്ചതാണ്. പിന്നെ അഭിനയം, അർജുൻ അശോകന്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമയാണ് ഈ സുമതി വളവ് എന്ന കാര്യത്തിൽ ഒരു സംശയം വിചാരിക്കേണ്ട. അടിപൊളി പടം. സിദ്ധാർത്ഥ് ഭാരത്, ഷൈജു കുറുപ്പ്, ഒരു താരനിര തന്നെയുണ്ട്. എല്ലാവരും മികച്ച കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഇതിന്റെ റൈറ്റിംഗ് നല്ല റൈറ്റിംഗ് ആണ്. പടം തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വൈസ് ആണെങ്കിലും പടത്തിൻ്റെ എഡിറ്റിംഗ്, കട്ട്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തിരക്കഥ, സുമതി വളവിലേക്കുള്ള ഒരു വഴി ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പടമാണ്. അർജുൻ അശോകൻ, അതുപോലെ എല്ലാവരും നല്ല പ്രകടനമാണ്. നല്ല പടമല്ല, ഓവറോൾ പടം ഗംഭീര പടമാണ്. പേടിപ്പിക്കുന്ന പറഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ കേസ് ശരിക്കും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ആ സീൻ വരുമ്പോഴത്തേക്കും അർജുൻ അശോകനൊക്കെ ഗംഭീര പഠനമാണ്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം പാമച്ചേരി തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങൾ നല്ല ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ച്, പിന്നെ കുടുംബമായിട്ട് അമ്മമാര്, മുത്തശ്ശിമാര്, കൊച്ചുമക്കള് എല്ലാവരുമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. പേടിയുണ്ട്, കുഴപ്പമില്ല. മ്യൂസിക് സൗണ്ടൊക്കെ നല്ല സൂപ്പർ കേട്ടാ. പാട്ടൊക്കെ ഇത്ര വർഷങ്ങളായി ഇങ്ങനെ അതാ ഞാൻ പറയാം. കുറെ നാളുകൾക്ക് ശേഷം നല്ല 3-4 പാട്ട്, നല്ല പാട്ട്, നല്ല സ്ക്രിപ്റ്റ്. അഭിലാഷ് ചേട്ടൻ്റെ നല്ല സ്ക്രിപ്റ്റാണ്. പിന്നെന്താ പറയുക, വിഷ്ണു സാറിൻ്റെ നല്ല അടിപൊളി ഡയറക്ഷനാണ്. അർജുൻ ചേട്ടനൊക്കെ നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ ക്രൂവും നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ പേടിക്കുമെങ്കിലും കൊച്ചുകുട്ടികൾക്കൊക്കെ വന്നിരുന്ന് സന്തോഷമായിട്ട് കണ്ട്, ഫാമിലി ഓഡിയൻസിന് എന്തായാലും വന്നിരുന്ന് നല്ല സന്തോഷമായിട്ട് കണ്ട് ചിരിച്ച്, കുറച്ച് പേടിച്ച്, എന്താ പറയുക, കുറച്ച് ആകാംക്ഷയൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടു പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ് സുമതി വളവ്. പടം സൂപ്പർ. അടിപൊളി പടം. കാസ്റ്റിംഗ് ഒക്കെ വളരെ കറക്റ്റായിട്ട് തോന്നി. പക്ക. അർജുൻ അശോകൻ അടിപൊളി, ഹീറോയിൻ അടിപൊളി. എന്താ പറയുക, ഭയങ്കര നാച്ചുറലായിട്ട് തോന്നി. അത് നന്നായി പേടിച്ചു.
മ്യൂസിക് പൊളി, ഒന്നും പറയാനില്ല. എല്ലാം പൊളിയായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അഭിലാഷ് പിള്ള, വിഷ്ണു ശശിശങ്കർ കോമ്പിനേഷൻ അല്ലേ, സൂപ്പർ, ഒന്നും പറയാനില്ല. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെ ആയിരിക്കും. ഒരു മിനിറ്റ് പോലും ലാഗ് ഇല്ലാതെ എന്താ പറയുക, അതിനകത്ത് എല്ലാം എക്സ്പീരിയൻസും ഉണ്ട്. ഹൊററുണ്ട്, കോമഡി ഉണ്ട്, ഇമോഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം. അതായത് ഇന്ന പ്രായക്കാർക്ക് എന്നുള്ളൊരു കാറ്റഗറി ഒന്നും ഇല്ലാതെ എല്ലാ ആൾക്കാർക്കും വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പടം. നല്ല പടമായിരുന്നു. ഫാമിലി എൻ്റർടൈനർ പോലെ തന്നെ എല്ലാവർക്കും സമയം പോയത് അറിഞ്ഞില്ല. ഇത്രയും എല്ലാവരും ആരും കുറച്ച് പറയാനില്ല. എല്ലാവരും ഒന്നുകൊന്നും വെച്ച നല്ല പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കരം. പ്രേതം വരുമ്പം ഇടയ്ക്ക് വല്ലാത്തൊരു ഫീലുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഞെട്ടിക്കുന്നുണ്ട്. മ്യൂസിക് മനോഹരമായ മ്യൂസിക്. കൊള്ളായിരുന്നു. ഡാൻസ് അർജുൻ അശോകൻ നല്ല രസമുണ്ടായിരുന്നു ഡാൻസ്. ബാലു വർഗീസ് നല്ല രസമുണ്ട്. ആ കോംബോ ശിവ നല്ല രസമുണ്ട്. ആ കോംബോ. അഭിലാഷ് ചേട്ടൻ സൂപ്പർ. തകർത്തിരിക്കുന്നു. അത് സിനിമ വൈസ് ആയാലും അഭിനയത്തിലായാലും കൊള്ളാം. എല്ലാവരും ഒന്നുകൊന്ന് വെച്ചോ. നന്നായിട്ട് എപ്പോഴും നമ്മളെ എഫേർട്ട് പലപ്പോഴും കാണാതെ പോകാറുണ്ട്. നമ്മൾ മാസങ്ങളെടുത്ത് പണിയെടുക്കുന്നതാണ്. നമ്മളീ പറഞ്ഞ പോലെ പുറത്ത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇടയിൽ കിടന്ന് കറങ്ങുന്ന ആളുമല്ല. അപ്പോൾ എനിക്ക് എപ്പോഴും വിഷമം ഉണ്ടാവാറുണ്ട്. നമ്മുടെ എഫേർട്ട് കാണാതെ പോകുന്നു എന്നൊരു സങ്കടം എന്നും ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോഷ് കാണിച്ച് സോഷ്യൽ മീഡിയ ഫ്രണ്ടിൽ വന്ന് ആ പരിപാടി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്ത ജോലിയെ പറ്റിയിട്ട് മാന്യമായിട്ട് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സിനിമയിൽ അതിൻ്റെ എഫേർട്ട് ഉണ്ട്. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനു വേണ്ടി നന്നാക്കാൻ വേണ്ടി ഇരിക്കലല്ല, ഈ സിനിമയ്ക്ക് ആവശ്യമുള്ളത് ഓട്ടോമാറ്റിക്കലി വന്നു പോയതാണ്. അഭിലാഷിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു പാറ്റേൺ അറിയാലോ. ഞാൻ കടാവർ തൊട്ട് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ 6ാമത്തെ സിനിമയാണ് അഭിലാഷായിട്ട്. അപ്പോൾ അവൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഡൈനാമിക്സ് എനിക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി ഓട്ടോമാറ്റിക്കലി വന്ന് സംഭവിക്കുന്നതാണ്. പിന്നെ മാളികപ്പുറത്തിന് ശേഷം വിഷ്ണുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ എന്നിൽ കാണുന്ന ട്രസ്റ്റ് എന്നെ ഫ്രീ ആയിട്ട് വിടുന്നൊരവസ്ഥ. അധികം എൻ്റെ സ്റ്റുഡിയോയിലേക്ക് അവർ വരാറ് പോലും ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു വിജയം. തിയേറ്റർ തന്നെ കാണുന്ന അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കാണുന്നത് നിങ്ങളെല്ലാവരും. അതെ, തീർച്ചയായിട്ടും തിയേറ്റർ തന്നെ കാണണം. നല്ല പഞ്ചുള്ളൊരു പടം. നല്ല പഞ്ചാണ്. അത് ഇടയ്ക്ക് ഒന്ന് ഞെട്ടിക്കും, പിന്നെയും മുന്നോട്ട് പോകും. അതിൻ്റെ ഇടയ്ക്ക് പ്രണയം വളരെ വ്യത്യസ്തമായിട്ടുള്ള അടിപൊളിയാ. നല്ല റിവ്യൂ. താങ്ക് യു. ഓക്കെ, സന്തോഷം. താങ്ക് യു. കണ്ട പടം കണ്ട എപ്പഴേ എങ്ങനെയുണ്ട് പടം? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? താങ്ക് യു. അപ്പൊ എല്ലാരും അറിയിക്കുക. അടിപൊളിയല്ലേ? നിങ്ങളല്ലേ പറയണ്ട അതിനെ പറ്റി, നമ്മളല്ലല്ലോ. നമ്മളൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പൊ മാക്സിമം കണ്ടിട്ട് അഭിപ്രായം പറയാം. അതല്ലേ ഏറ്റവും കൂടുതൽ പറയാം. പൊളിച്ചിട്ടുണ്ട് എല്ലാവരും. എനിക്ക് വിഷ്ണുചേട്ടൻ ചേട്ടന്റെ പരിപാടി, അഭിലാഷ് ചേട്ടന്റെ എഴുത്ത്, എല്ലാ പരിപാടിയും ഒത്തു വരുമ്പോഴാണ് ഒരു പടം ഭംഗിയാണ്. അതുപോലെ ആയിട്ടുണ്ടെന്നൊരു വിശ്വാസമുണ്ട്. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ശ്വാസം മുട്ട വൻ ഹാപ്പിയാണ്. തിയേറ്ററിൽ അടിപൊളി റെസ്പോൺസ് ആണ്. ഇത്രയും ദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ല, പടം തിയേറ്ററിലേക്ക് വന്ന ആൾക്കാർ കാണുന്ന ഒരു ടെൻഷൻ ആണല്ലോ. പക്ഷേ ഫസ്റ്റ് ഷോ കൊണ്ട് വെരി ഹാപ്പി. അടിപൊളിയാവും. യെസ്. എന്തായാലും ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ. താങ്ക് യു. അല്ല, നിങ്ങളുടെ റിവ്യൂസ് ഒന്ന് ഉറക്കെ പറ. ഗംഭീരാണോ? അത് മതി. എല്ലാവരും പോയി കാണണം. അയ്യോ, ടെൻഷനാണ്. പക്ഷേ എല്ലാവരും പോയി കാണണം, എന്നിട്ട് പറയണം എങ്ങനെ ഉണ്ടെന്ന്. താങ്ക് യു. നിങ്ങൾ കണ്ടോ? പടം കണ്ടോ? എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആഗ്രഹിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫാമിലി ഫ്രണ്ട്സായിട്ട് കാണുക. ആൻഡ് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട് എല്ലാവരും. ഇറ്റ് ഈസ് എ ഹ്യൂജ് എഫേർട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ? എന്തായാലും നിങ്ങൾ മൗത്ത് ഓഫ് വേർഡ് വഴി എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ഇനി ഫാമിലി ആയിട്ട് ഒന്നുകൂടെ പോയില്ലേ?
കേട്ടോ ഓക്കെ എന്നാട്ടോ താങ്ക് യു എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.